അലർജിയും ആസ്മയും ആരിലാണ് കൂടുതലായി ഉണ്ടാകുന്നത് എന്നാദ്യം നമുക്ക് നോക്കാം. അലർജി ഉണ്ടാകുന്ന ചില മനുഷ്യരിൽ നമുക്ക് അലർജി ഉണ്ടാകുമ്പോൾ പൊതുവെ അമിതമായ രീതിയിലുള്ള അതിനോടുള്ള പ്രതികരണം ശാരീരിക പ്രതികരണം അതിനോട് അമിതമായ രീതിയിൽ ഉണ്ടാവുകയും അത് കാരണം നീർവീർക്കം ഉണ്ടാകുന്നതുമാണ് അലർജിയും ആസ്മയും ഉണ്ടാക്കുന്നത്. എവിടെയാണ് നീർവീർക്കം ഉണ്ടാകുന്നത് അതനുസരിച്ചിരിക്കും ആസ്മ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുന്നത്. ശ്വാസക്കുഴലുകളിൽ ഉണ്ടാകുന്ന നീർവീർക്കമാണ് ആസ്മയായി മാറുന്നത്. ആരിലാണ് ഇത് ആസ്മയാവുന്നത് അല്ലെങ്കിൽ ആരിലാണ് നമുക്ക് അലർജി ഉണ്ടാകുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. ചില ജനിതക ഘടകങ്ങളുടെ വ്യതിയാനം കൊണ്ട് ചില അമിതമായ റിയാക്ഷൻ അലർജൻ പാർട്ടിക്കിളോട് ഉണ്ടാകുന്നു. ആരിലാണ് അതുണ്ടാകുന്നത്? കുഞ്ഞുനാൾ മുതൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ, അതായത് തുമ്മൽ, കണ്ണ് ചൊറിച്ചൽ, ത്വക്കിലുണ്ടാകുന്ന ചൊറിച്ചലുകൾ തുടങ്ങി ചെറിയ ചുമ, അത് ക്രമേണ കൂടി ആസ്മ അല്ലെങ്കിൽ വലിവിലോട്ട് മാറുന്നു. എപ്പോഴാണത് വലിവുണ്ടാകുന്നത് അല്ലെങ്കിൽ ചുമയുണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ആസ്മ ശ്വാസക്കൊഴലുകളിൽ നീർവീർക്കം ഉണ്ടാകുമ്പോഴാണ്. ചെറിയ ചുമയിൽ തുടങ്ങി പിന്നീട് ആ നീർവീർക്കം കൂടുന്നതനുസരിച്ച് ശ്വാസനാളത്തിൻ്റെ വിസ്തീർണം കുറയുകയും ആസ്മയായി മാറുകയും ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു? നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട്, അതായത് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ചിലരിൽ ആസ്മ ഉണ്ടാകുന്നത്. അതായത് പൊടി, പുക, തണുപ്പ്, ചില വൈറൽ ഇൻഫെക്ഷൻ. ഈ പൊടി എന്നുള്ളത് നമ്മുടെ വീടിനകത്തുള്ള പൊടികളും ആകാം, വീട്ടിൽ പുറത്തുള്ള പൊടികളും ആകാം. വീടിനകത്തുള്ള പൊടികളെക്കുറിച്ചാണ് ആരും അത്രയ്ക്ക് അവെയർ ഇരിക്കാത്തത്. കാരണം വീടിനകത്ത് ഉണ്ടാകുന്ന ചില നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത പൊടികൾ, ഹൗസ് ഡസ്റ്റ് മൈറ്റ്, അതുപോലെ ഈ നമ്മുടെ തൂവാലകൾ, കുഷൻ, സോഫ, മാറ്റുകളിൽ നിന്നുണ്ടാകുന്ന പൊടികൾ, ഇതൊക്കെ നമ്മളിൽ ആസ്മ ഉണ്ടാക്കുന്നു. ഇനി ആസ്മയുടെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്. ചിലരിൽ ആദ്യം തുടങ്ങുന്നത്, അതായത് കുഞ്ഞുനാൾ മുതലുണ്ടാകാം അലർജിക് ആസ്മ. നോൺ അലർജിക് ആസ്മ എന്നുള്ളത് പിൽക്കാലത്ത്, അതായത് വയസ്സായവരിൽ കാണുന്നതാണ് നോൺ അലർജിക് ആസ്മ. ഈ അലർജിക് ആസ്മയാണ് 90% ഉണ്ടാകുന്നത്. ഇത് കുഞ്ഞുനാൾ മുതൽ ചില കുട്ടികളിലുണ്ടാകുന്ന തുമ്മൽ, കണ്ണ് ചൊറിച്ചൽ, അത് ക്രമേണ കൂടി വരുന്നതായി കാണുന്നു. അത് പിൽക്കാലത്തത് ശ്വാസനാളത്തിലേക്ക് കയറുകയും അതിൽ ശ്വാസതടസ്സമുണ്ടാകുകയും ചെയ്യുന്നു. ഇനി അതിൻ്റെ ആദ്യത്തെ ലക്ഷണം തുമ്മൽ, കണ്ണ് ചൊറിച്ചലും തുടങ്ങി ചുമ, അതുപോലെ വീസിങ്, അതായത് കുറുകൽ ശബ്ദം, അതായത് ശ്വാസമുട്ട് കൂടി കഴിയുമ്പോഴാണ് കുറുകൽ ശബ്ദം ഉണ്ടാകുന്നത്. ഇത് എപ്പോഴും ഉണ്ടാകുന്നില്ല. ആദ്യ നാളുകളിൽ ഇത് രാത്രി കാലങ്ങളിൽ അതിരാവിലെ ഒക്കെ ആയിരിക്കും അസുഖലക്ഷണങ്ങൾ കൂടുതലായി കാണുന്നത്. അത് നമ്മൾ അവഗണിക്കുമ്പോഴാണ് ഇത് സ്ഥിരമായ ശ്വാസമുട്ടലിലേക്ക് അല്ലെങ്കിൽ സ്ഥിരമായ ചുമയിലേക്ക് മാറുന്നത്. ആസ്മ എങ്ങനെ നമുക്ക് രോഗം നിർണ്ണയിക്കാം എന്നുള്ളതാണ്. ആദ്യം നമ്മുടെ ഈ രോഗലക്ഷണങ്ങളിൽ നിന്ന് മെയിനായിട്ടും ഒരു ഡോക്ടറിന് രോഗം നിർണ്ണയിക്കാൻ കഴിയും. അതോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് രോഗനിർണ്ണയത്തിന് ഊന്നൽ നൽകുന്നതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അലർജിക് ആസ്മ കുടുംബ പാരമ്പര്യമായി കിട്ടുന്ന ഒരു ആസ്മയാണ്. അതല്ലാത്ത ആസ്മയും ഉണ്ട്, പക്ഷേ കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് അലർജിക് ആസ്മയാണ്. അതുപോലെ PFT ടെസ്റ്റ്, പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്, അത് ഒരു ഊതൽ പരിശോധനയാണ്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും രോഗിക്ക് ഉണ്ടാകത്തില്ല. അതുവഴി നമുക്ക് അളക്കാൻ പറ്റുന്നത് ലങ്സിൻ്റെ കപ്പാസിറ്റി അളക്കാൻ പറ്റും. ഈ ആസ്മ ഉള്ളവരുടെ കപ്പാസിറ്റി കുറവായിരിക്കും. അതുപോലെ ബ്ലഡിലുണ്ടാകുന്ന ഈസ്നോഫിൽസിൻ്റെ അളവ്, IG എന്ന് പറഞ്ഞ ഇമ്യൂണോഗ്ലോബുലിൻ്റെ അളവൊക്കെ ഈ അലർജി ഉള്ളവരിൽ കൂടുതലായിരിക്കും. ഇത് കൂടാതെ നമുക്ക് ഈ രോഗം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് രോഗം എങ്ങനെ ചികിത്സിക്കാമെന്നുള്ളതാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പൂർണ്ണമായി ഒരു പനി, ചുമ, ന്യൂമോണിയ പോലെ പൂർണ്ണമായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. പക്ഷേ ഈ അലർജി ഉണ്ടാകുന്നതിൽ ഇത് നമുക്ക് പൂർണ്ണമായി കുറച്ച് നിർത്താൻ കഴിയും. ഈ ചികിത്സയിൽ കൂടുതൽ മിഥ്യാധാരണകളുണ്ട്. അതായത് ഞാൻ എടുക്കുന്ന ഇൻഹേലർ ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിനോട് അഡിക്റ്റായി പോകുമോ എന്നുള്ളത്. തീർച്ചയായും അഡിക്ഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യമല്ല. ഇത് നമ്മൾ രോഗം എപ്പം നിർണ്ണയിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. രോഗം അതിൻ്റെ മൂർധന്യ അവസ്ഥയെ നിർണ്ണയിക്കുകയും ഒത്തിരി കാലപ്പഴക്കമുള്ള രോഗവുമാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഒത്തിരി കാലം ഈ ഇൻഹേലർ യൂസ് ചെയ്യേണ്ടി വരുന്നു. അതേസമയം രോഗം തുടക്കത്തിൽ തന്നെ ഒരു ഡോക്ടറെ കാണുകയും രോഗനിർണ്ണയം നടത്തുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്താൽ നമുക്ക് ക്രമേണ ഈ ഇൻഹേലർ കുറച്ച് നമുക്ക് നിർത്താൻ കഴിയും. ആസ്മയ്ക്ക് ഇൻഹേലർ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ്. ഇൻഹേലർ യഥാവണ്ണം എടുക്കുകയും അതിൻ്റെ ഡോസ് യഥാവണ്ണം എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആസ്മ കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയും. എങ്ങനെയാണ് യഥാവണ്ണം എടുക്കേണ്ടത്?
നമ്മളൊരു ഇൻഹേലർ പല രീതിയിലുണ്ട്. നമുക്ക് സ്പ്രേ ആയിട്ട് എടുക്കാൻ പറ്റും, ഗുളിക ഇട്ട് വലിക്കുന്ന ഇൻഹേലറുണ്ട്, സ്പ്രേ ആയിട്ട് എടുക്കുന്ന ഇൻഹേലർ തന്നെ നമുക്ക് സ്പേസർ മുഖേന നമുക്ക് എടുക്കാൻ കഴിയും. ആരാണ് സ്പേസർ ഉപയോഗിച്ചെടുക്കേണ്ടത്? സ്പ്രേ മാത്രമായി എടുക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ അത് പാടാണ്. അപ്പം കൂടുതൽ നമുക്ക് ഈ അടിക്കുമ്പോൾ തന്നെ, അതായത് സ്പ്രേ മരുന്ന് അടിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് വേണം അടിക്കേണ്ടത്. ശ്വാസം പിടിച്ച് നിൽക്കണം. അതായത് നമ്മൾ ഡീപ്പ് ഇൻഹലേഷൻ എടുത്ത് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം പതുക്കെ വിടണം. അപ്പോൾ അത് പ്രായമായിട്ടുള്ളവർക്ക് അത് പാടാണ്. അങ്ങനെയുള്ളവരിലാണ് നമ്മൾ സ്പേസർ കൊടുക്കുന്നത്. സ്പേസ് എന്ന് പറഞ്ഞൊരു ഡിവൈസാണ്. അപ്പോൾ ആ സ്പേസർ കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടെ അവർക്ക് ഈസിയായി നമുക്ക് എടുക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ഈ ആസ്മയും നമ്മൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി കഴിയുന്നില്ല. ഡോക്ടറിൻ്റെ ഡ്യൂട്ടി ആയാലും കഴിയുന്നില്ല, എടുക്കുന്ന നിങ്ങളുടെ ഡ്യൂട്ടിയും കഴിയുന്നില്ല. യഥാസമയം എടുക്കുക. ഇത് ഒരു ഡോക്ടർ പറയുന്നതനുസരിച്ച് മാത്രമേ ഡോസ് കുറയ്ക്കാൻ കഴിയത്തുള്ളൂ. അത് ഡോസ് കുറച്ച് നിർത്തുന്നത് എപ്പോഴും എന്നുള്ളത് PFT ടെസ്റ്റിൻ്റെയും രോഗത്തിൻ്റെ അളവ് നിങ്ങളിൽ എങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കത് നിർണ്ണയിക്കാൻ കഴിയുന്നത്. ഓരോ തവണ ഡോക്ടറെ അടുത്ത് വരുമ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻഹേലറും സ്പേസറും കൊണ്ടുവരണം. അത് നിങ്ങൾ എടുക്കുന്നത് കൃത്യമായ രീതിയിലാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതുപോലെ ഇത് ഇൻഹേലർ എടുക്കുന്നതുകൊണ്ട് പാർശ്വഫലങ്ങളൊന്നും ഏറെ തന്നെ ഇല്ല. നമ്മൾ വായിൽ കൂടെ കഴിക്കുന്ന മരുന്നോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വഴി എടുക്കുന്ന മരുന്നിൻ്റെയോ 10% മാത്രമാണ് ഇൻഹേലർ മരുന്നിൽ ഉള്ള ഡോസ്. അപ്പം അതായത് നമ്മൾ എടുക്കുന്ന മില്ലിഗ്രാമൊക്കെയാണ് നമ്മൾ വായിൽ കൂടെ കഴിക്കുന്ന ഗുളികകളുടെ അളവ്. അതേസമയം നമ്മൾ ഇൻഹേലറിലുള്ളത് മൈക്രോഗ്രാം അളവിലുള്ള മരുന്ന് മാത്രം, വളരെ കുറവാണ്. അത് നേരെ ശ്വാസനാളത്തിൽ പോകുന്നത് കാരണം ബ്ലഡിലോട്ട് അബ്സോർപ്ഷൻ ഉണ്ടാകുന്നില്ല. അത് കാരണം സൈഡ് എഫക്റ്റുകൾ കുറവാണ്. വലിയൊരു മിഥ്യാധാരണയാണ് ഇൻഹേലർ എടുത്തു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റുകൾ കൂടുതലാണെന്നുള്ളത്. അത് പാടെ തെറ്റാണ്. ഇൻഹേലർ മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് കുറവാണ് നമ്മൾ എടുക്കുന്ന ഗുളികയും ഇഞ്ചക്ഷനും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അതുപോലെ നമ്മൾ എടുക്കുന്ന ഇൻഹേലർ മരുന്ന് സ്ഥിരമായി എടുക്കേണ്ടി വരുമോ എന്നുള്ളതിൻ്റെ കാര്യം, നമ്മൾ എടുക്കുന്ന മരുന്ന് നമുക്ക് ക്രമേണ കുറച്ച് നിർത്താൻ കഴിയും. അത് എപ്പോഴാണ്? അത് നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ കുറയുന്നതനുസരിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് സ്വയം ചികിത്സ നടത്തി കുറയ്ക്കുകയാണെങ്കിൽ വീണ്ടും ആസ്മ റീബൗണ്ടായിട്ട്, അതായത് പ്രതികൂലമായി നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ആസ്മ എപ്പോഴാണ് മൂർച്ഛിക്കുന്നത്? നിങ്ങൾക്കൊരു വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊരു പൊടി, പുക മുതലായ സ്ഥലങ്ങളിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ പോകുമ്പോഴും നിങ്ങൾക്ക് ആസ്മ പെട്ടെന്ന് കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻഹേലർ തന്നെ നിങ്ങൾക്ക് എടുക്കാം. അതിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു അത്യാഹിത വിഭാഗത്തിൽ കാണിക്കുകയും നെബുലൈസേഷനും ഇഞ്ചക്ഷനും എടുക്കേണ്ടി വരുന്നു. രോഗം യഥാവണ്ണം ചികിത്സിക്കുന്നവരിൽ ഈ അത്യാഹിത വിഭാഗത്തിൽ പോകുന്നതിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതേപോലെ ഈ മെയ് 7 ലോക ആസ്മ ദിനമായിരുന്നു. അന്ന് ലോക സംഘടനയായ ജീന കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് ആസ്മ എഡ്യൂക്കേഷൻ എംപവേഴ്സ് എന്നാണ്. അതായത് ആസ്മയുടെ വിവരങ്ങൾ നിങ്ങൾ ശക്തിപ്പെടുത്തുക. ഓരോ ആസ്മ രോഗിയും ശക്തിപ്പെടുത്തണം, ആസ്മ രോഗിയെ ചികിത്സിക്കുന്ന ഫിസിഷ്യനും ശക്തിപ്പെടുത്തണം. അപ്പം നിങ്ങൾ എന്ത് രോഗം ആയാലും ഡോക്ടറെ കണ്ട് ചികിത്സ നേടുന്നതിലാണ് ഇമ്പോർട്ടൻസ്, അത് അവഗണിക്കുന്നതിലല്ല. അതുകൊണ്ട് കൂടുതലും സ്ത്രീകളാണ് രോഗങ്ങൾ അവഗണിക്കുന്നത്. അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടും അവരുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഇൻഹേലർ മരുന്നുകൾ സ്ഥിരമായി എടുക്കുകയോ അല്ലെങ്കിൽ അത് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ മറികടന്ന് അത് സ്ഥിരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നല്ല എഫക്റ്റുകളെക്കുറിച്ച് മനസ്സിലാക്കുകയും ആസ്മ ചികിത്സിക്കുകയും യഥാവണ്ണം രോഗം നിർണ്ണയിക്കുകയും ചികിത്സിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു എല്ലാവരോടും. നന്ദി, നമസ്കാരം.